പ്രിയരെ, ഒരു കാര്യം ഞാൻ പ്രാരംഭത്തിൽ പറയാം. കർത്താവിന് ഒരുവനെ കുറിച്ച് പദ്ധതി ഉണ്ടെങ്കിൽ, കർത്താവിന് ഒരുവനെ കുറിച്ച് പ്ലാൻ ഉണ്ടെങ്കിൽ അവന് ചില മേഖലകളിലൂടെ എല്ലാം കർത്താവ് നടത്തും. ദൈവത്തിന് വേണ്ടെന്നല്ല അവനെ, കർത്താവിന് ആവശ്യമുണ്ട്. അവൻ ഉലകം ചുറ്റിയാലും അവനെ മടക്കിക്കൊണ്ടിരുന്നൊരു സ്വർഗമുണ്ട്. കോളേജിൽ ഇറക്കി വിട്ടു. പിന്നെ ഒറ്റ സാധ്യതയുള്ളൂ, കൂടെ പഠിക്കുന്ന സുഹൃത്തുക്കളെ വിശ്വസിക്കാം. അവരെന്നോട് പറഞ്ഞു, ജോയൽ നീ നല്ല ടാലൻറ്റഡ് ആണ്, നല്ല കഴിവുള്ളൊരു വ്യക്തിയാണ്, നമുക്ക് ഒരുമിച്ച് നിന്ന് കുറച്ച് വർക്കൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ വാക്ക് കേട്ട് സത്യം പറഞ്ഞ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങാൻ തുടങ്ങി. എനിക്ക് പപ്പയും മമ്മിയും പിന്നെ അങ്ങ് വല്ലാത്തൊരു വെറുപ്പും ബുദ്ധിമുട്ടുമായി. കാരണം ഒരു കോളേജിൽ പഠിക്കുന്ന കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രധാന എഡ്യൂക്കേറ്റഡായിട്ടുള്ള ഒരു ടൈമിൽ, എഡ്യൂക്കേഷൻ ചെയ്യുന്ന ടൈമിൽ കോളേജിൽ നിന്ന് ഇറങ്ങി പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്, വേദന അനുഭവങ്ങളുണ്ടാവും. പല കുഞ്ഞുങ്ങളും ചിലപ്പോൾ സൂയിസൈഡ് ചെയ്യും, ആത്മഹത്യ ചെയ്യും, തകർന്നു പോകും. പക്ഷേ ഞാൻ സുഹൃത്തുക്കളുടെ വാക്കുകൾ അമിതമായി വിശ്വസിച്ചു. വീട് വിട്ടിറങ്ങി. നീണ്ട 1.5 വർഷം പപ്പായും മമ്മിയായിട്ടുള്ള ബന്ധം എനിക്ക് നഷ്ടപ്പെട്ടു. സഹോദരിമാരും ഒത്തിരി യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഒത്തിരി കുഞ്ഞുങ്ങളിവിടെ ഉണ്ട്. അത് നിങ്ങൾക്ക് ഒത്തിരി പ്രയോജനമാകും. നിങ്ങൾക്ക് ഒത്തിരി യേശുവിനെ അനുഭവിക്കുവാൻ കഴിയും. അവരെ വാക്ക് കേട്ട് ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങി വീട് വിട്ട് മറ്റൊരു റൂമിൽ താമസം ആരംഭിച്ചു. നീണ്ട 1.5 വർഷത്തിന് ശേഷം എൻ്റെ പപ്പ എന്നെ കാണുമ്പോൾ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. കാരണം കഞ്ചാവിനും മയക്കുമരുന്നിനെല്ലാം അടിമയായി, സുഹൃത്തുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി, സുഹൃത്തുക്കൾ തരാമെന്ന് പറഞ്ഞ പണത്തിൽ വിധേയനായി, ലോകത്തിലെ മാരകമായ അമിതമായ മയക്കുമരുന്നുകൾക്ക് അടിമയായി, ലൈഫിൽ ഇനി ഒരു സാധ്യതയുമില്ല എന്നൊരു നിലവാരത്തിലേക്ക് എൻ്റെ ലൈഫ് എത്തിപ്പെട്ടു. സമയത്തിൻ്റെ പരിമിതി കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഓടിച്ച് പറയുന്നത്. അവസാനം എന്നെ പബ്ലിക്കിലും നടക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, എൻ്റെ കൈയും കാലും എല്ലാം ഞാൻ തന്നെ മുറിക്കാൻ തുടങ്ങി. ഭയങ്കര അക്രമമായിട്ടൊരു സംഭവം. ഞാനിങ്ങനെ പറയാറുണ്ട്, ഒരു 40-50 വയസ്സുകാരൻ ഉപയോഗിക്കേണ്ട ലഹരി പദാർത്ഥങ്ങൾ 18-17 വയസ്സ് പ്രായത്തിൽ ഞാൻ ഉപയോഗിച്ചു. അവസാനം എന്നെ പബ്ലിക്കിൽ ഇറക്കാൻ പറ്റാതെ ഏകദേശം 3 മാസം സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഒരു രഹസ്യ മുറിക്കകത്ത് എന്നെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വിധിക്കപ്പെട്ടു. നിങ്ങൾ ഓർക്കണം, അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വിധിക്കപ്പെടുമ്പോഴുള്ള എൻ്റെ അവസ്ഥ എത്രമാത്രം വലുതാണ്. ഭയങ്കര ഡേഞ്ചർ സിറ്റുവേഷനിലേക്ക് എൻ്റെ ലൈഫ് മാറി. എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും അവസാനം മരണം മാത്രമായിരുന്നു. കാരണം ഞാനൊരു മാരകമായ മയക്കുമരുന്ന് അടിമയാണെന്ന് എൻ്റെ സുഹൃത്തുക്കൾ തിരിച്ചറിഞ്ഞപ്പോൾ അവരെന്നെ ഉപേക്ഷിച്ചു, അവരെന്നെ തള്ളിക്കളഞ്ഞു. അവസാനം ഒരു മുറിക്കകത്ത് ആരുമില്ലാത്തവനായി, ഒന്നിനും കൊള്ളാത്തവനായി, തകർന്നവനായി ഇരുന്ന സ്ഥലത്ത് എന്നെ ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോയി വരുന്ന എൻ്റെ പപ്പയായിരുന്നു. എൻ്റെ പപ്പ എന്നോടൊരു വാക്ക് പോലും ചോദിച്ചിട്ടില്ലായിരുന്നു, മോനെ നീ എന്താ അങ്ങനെ ചെയ്തത്. പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട്, ആരും അറിയാതെ ഒരു മുറിക്കകത്ത് എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പപ്പയെ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥന ഒരിക്കലും വൃഥാവായി തീരത്തില്ല.